സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. MLA സ്ഥാനത്ത് ഇരിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ലെന്നും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് രാജിവെപ്പിക്കണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. ഏറ്റവും അപമാനം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അപമാനഭാരം കാരണമാണ് പെൺകുട്ടി പരാതി നൽകാത്തത്. രാഹുലിന്റെ അഹങ്കാരവും ധിക്കാരവും അതിരുകടന്നു. ഏതു വിധേനയും പെൺകുട്ടികളെ വലയിലാക്കുക, എന്നിട്ട് വലിച്ചെറിയുക എന്നതാണ് രാഹുലിന്റെ ലക്ഷ്യമെന്നും PK ശ്രീമതി പറഞ്ഞു. ഇത്ര അസഭ്യമായ കേസ് കേരളത്തിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രതികരിക്കാത്തതെന്നും PK ശ്രീമതി ചോദിച്ചു. ഒരു വാക്കുപോലും പ്രതികരിക്കാത്ത AICC നേതൃത്വം ദയനീയ പരാജയമാണ്. ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ പ്രതികരിച്ചല്ലോ എന്നും PK ശ്രീമതി ചൂണ്ടിക്കാട്ടി. പാലക്കാട്ടെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന PK ശശിയെ പാർട്ടി വെറുതെ വിട്ടല്ലോ എന്നും മുൻ മന്ത്രിയായിരുന്ന PK ശ്രീമതി ചോദിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും PK ശശിയെ നീക്കി. എല്ലാത്തിലും അത്തരത്തിൽ നടപടി സ്വീകരിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും PK ശ്രീമതി അവകാശപ്പെട്ടു. രാഹുലിനെതിരായ വിവാദത്തിൽ പ്രതികരിച്ചതിന് തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും PK ശ്രീമതി പറഞ്ഞു. എല്ലാത്തിലും ഇടപെടുന്ന ബൽറാമിന്റെ മനോഭാവം എന്താണെന്നാണ് താൻ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഇനി പറയാനുള്ള തെറിയൊന്നും ബാക്കിയില്ല. അവരുടെ അമ്മയോ അമ്മൂമ്മയോ ആകേണ്ട പ്രായമുള്ള തനിക്കെതിരെ വൃത്തികെട്ട പദപ്രയോഗം നടത്തി. വെട്ടുകിളിക്കൂട്ടം കൊണ്ട് തന്നെ ആക്രമിച്ചു നശിപ്പിക്കാൻ വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ അതിനു വെച്ച വെള്ളം വാങ്ങിവെച്ചേര്. തനിക്കെതിരായ ആക്രമണത്തിൽ കേസ് കൊടുത്ത് പ്രമുഖനായ BJP നേതാവിനെ കൊണ്ട് മാപ്പു പറയിച്ചിട്ടുണ്ടെന്നും PK ശ്രീമതി പറഞ്ഞു. തീവ്രത എന്നാണ് ഇക്കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീവ്രത എന്ന വാക്ക് നിയമസഭയിൽ ആരോ പറഞ്ഞതാണ്. തങ്ങളുടെ റിപ്പോർട്ടിലില്ല. താൻ തീവ്രത എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും PK ശ്രീമതി വിശദീകരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.